നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കൊന്നപ്പൂ പറിക്കാൻ പോവുകയാണ് രാവിലെ എന്തിനാണ് കൊന്നപ്പൂവെന്ന് ചോദിച്ചാൽ ഇത് കമ്പൊക്കെ എടുത്ത് കൈ വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞ് ഫോട്ടോഷൂട്ട്. നമ്മുടെ വിഷുവൊക്കെ വരികയല്ലേ, അപ്പം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കണ്ടേ. അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കൊന്നപ്പൂ നിൽപ്പുണ്ട്, പക്ഷെ അത് പറിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ റെസിഡൻസിൻ്റെ ഹാളുണ്ട്, അവിടെ അതിൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം. ഒരു കുഞ്ഞ് കമ്പൊക്കെ എടുത്ത് കൈ വെച്ചിട്ടുണ്ട്. കൂടെ വരാൻ ആരുമില്ല, അച്ഛൻ ഫുൾ ബിസി. കുഞ്ഞ് ഭയങ്കര ഉറക്കം കേട്ടോ. അപ്പോൾ ഞാനും വേദയിൽ പോവും. ഞാനും വേദയും കൂടിയാണ് ഫോട്ടോഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ അമ്പലത്തിലെ ഉത്സവം, അതിൻ്റെ പാട്ടും ബഹളമാണ് കേൾക്കുന്നത്. അപ്പോൾ ഞാനും വേദയും പോവും. ഫോട്ടോഷൂട്ടാണ് മെയിൻ, അതുകൊണ്ടാണ് പോകുന്നത്. നാളെ മിക്കവാറും വരും. മറ്റന്നാൾ കുഞ്ഞിക്ക് ചെക്കപ്പ് ഉണ്ട്, അപ്പോൾ അവളെ കൊണ്ട് ഹോസ്പിറ്റലൊക്കെ പോകാൻ ഒരു ഹെൽപ്പിന് ഞാൻ കൂടെ പോവും. അതുകൊണ്ട് മിക്കവാറും നാളെ തന്നെ വരും. ഇതിപ്പോൾ ഫോട്ടോഷൂട്ടാണ് മെയിനായിട്ട് പോവുകയാണ്. കുറേ കൊറിയേഴ്സ് അയക്കാനുണ്ട്. വെള്ളിയാഴ്ച മുതലുള്ള കൊറിയേഴ്സ് അയക്കാനുണ്ട്. അത് പൂത്ത് കിടക്കുന്നത് പൊങ്ങിയാൽ നോക്കി. പക്ഷെ വീഡിയോയിൽ അത്രയും ഭംഗിയില്ല കേട്ടോ. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് കയ്യെത്തും, എത്തിപ്പറിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ചോദിച്ചിട്ട് കയറി പറിച്ച് നോക്കാം. നിറയെ പൂ നിൽക്കുന്നു, പക്ഷേ പറിക്കാൻ പറ്റത്തില്ല. എല്ലാം മുകളിലാണ്. കയ്യെത്തുന്നിടത്തുനിന്ന് കുറച്ച് എടുത്തേട്ടോ. അങ്ങനെ അത്യാവശ്യം വേണ്ട കൊന്നപ്പൂവൊക്കെ പറിച്ചിട്ട് ഞാൻ നേരെ വീട്ടിൽ ചെന്നപ്പോഴേക്കും വേദയും രാവിലെ ഉറക്കം എഴുന്നേറ്റ് കേട്ടോ. വേദയോട് ഞാൻ പറഞ്ഞു രാവിലെ പോകണം, കാരണം വേദയും ഞാനും കൂടിയാണ് ഫോട്ടോഷൂട്ട് വിഷു ഷൂട്ടാട്ടോ പ്ലാൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി ഒരു സാരിയൊക്കെ തയ്ക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം സ്റ്റിച്ച് ചെയ്ത് എന്നോ കിട്ടി. പല കാരണങ്ങളാൽ അത് നീണ്ട് ഇന്ന് വരെ എത്തി കേട്ടോ. ഇന്നാണേലും ഒട്ടും സമയമില്ല. എന്നിട്ടും പിന്നെ ശരി ചെയ്യാമെന്നും പറഞ്ഞ് പോവാണ്. ചെയ്യാതിരുന്നാലും പറ്റത്തില്ലല്ലോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒന്ന് പോകാമോ എന്ന് വേദയോട് ചോദിച്ചു. പറയും വേണ്ടമ്മ, കുഞ്ഞ് കുളിപ്പിക്കുന്ന കണ്ടിട്ട് പോവാം. ഇന്നലെ കുഞ്ഞിനെ കുളിപ്പിച്ചേട്ടോ, കണ്ടിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുഞ്ഞിനെ കുളിപ്പിക്കാൻ പോവുകയാണ്. അതിന് എണ്ണയൊക്കെ അമ്മ തേപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അത് കണ്ടുകൊണ്ട് വേദന ഇരിക്കുകയാണ്. അങ്ങനെ കുഞ്ഞിനെ കുളിപ്പിക്കാൻ പോവുകയാണ്. കുളിപ്പിക്കുമ്പോഴൊന്നും ആൾ കരച്ചിലില്ല കേട്ടോ. ഇന്ന് രാവിലെ അമ്മയെ വിളിച്ചപ്പോൾ പറയുന്നത് കേട്ടോ, ഇന്നലെ ഫുൾ കരച്ചിലായിരുന്നു, ഉറങ്ങിയില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഉറക്കം അവൾക്ക് ഇഷ്ടമുള്ളപ്പം ഉറങ്ങും, അവളെ ഉണർത്താണ്ടിരുന്നാൽ മതി. പിന്നെ ഓരോ 2 hours പാൽ കൊടുക്കണം. അപ്പോൾ ഉണർത്തുമ്പോൾ പിന്നെ പിണക്കമാണേ. അവളുടെ ഇഷ്ടത്തിന് ഉറങ്ങി എഴുന്നേറ്റാൽ കുഴപ്പമില്ല. അവർ ഓരോ 2 hours പാൽ കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ഉണർത്തുമ്പോൾ പിന്നെ ആ ഉറക്കം പോവും, പിന്നെ ഉറങ്ങും. അവൾ ഉറങ്ങുന്ന സമയം എല്ലാവർക്കും ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടോ. അങ്ങനെ കുഞ്ഞിയെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ വേറെ ഇട്ട് കൊടുത്ത ശേഷം എന്ത് ചെയ്യും, നമ്മൾ നേരെ തിരുമല വീട്ടിൽ വന്നു. എൻ്റെ മക്കളെ കുറേ മാത്രം ഉണ്ടായിരുന്നു ഓർഡേഴ്സ് നമുക്ക് കൊറിയർ ചെയ്യാനായിട്ടേ. മുന്നേയൊക്കെ ഏട്ടനൊന്ന് ഹെൽപ്പ് ചെയ്യുമായിരുന്നു, ഇപ്പോൾ ഏട്ടനില്ലല്ലോ. അതുകൊണ്ട് ഇതെല്ലാം ഫുൾ ഞാൻ തന്നെ പാഴ്സൽ ചെയ്ത് ഞാൻ 2 address മാത്രം എഴുതി കേട്ടോ. വേദ എടുത്ത് ഫ്രം അഡ്രസ്സ് എഴുതി തരാൻ പറയും. പാവം അവൾ ഫ്രം അഡ്രസ്സ് എല്ലാം എഴുതി തന്നേ. അല്ലെങ്കിൽ ഇതൊന്നും തീരത്തില്ല. ഇതെല്ലാം കൊടുത്തിട്ട് വേണം നമുക്കിനി ഫോട്ടോഷൂട്ടിന് അവർ മേക്കപ്പിന് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ എത്തും. അപ്പോഴെങ്കിലും എൻ്റെ പരിപാടി കഴിയുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ അത്രയ്ക്കും വേണ്ടി കാണുമല്ലോ, ഒരു അരമണിക്കൂർ കൊണ്ട് എഴുതിയിട്ട് കൊടുത്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞാണ് നിന്നത്. പക്ഷേ എഴുതി വന്നപ്പോൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അഹങ്കാരം കൊണ്ടല്ല, പക്ഷേ സന്തോഷമുള്ള കാര്യമാണ്. അത്രയും ഓർഡേഴ്സ് നമുക്ക് വരുന്ന സാധനങ്ങൾ അത്രയും വളരെ പെട്ടെന്ന് തന്നെ പോകുമ്പോൾ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഇനി ഇതേ ചുരിദാർ മെറ്റീരിയൽ 2 ദിവസമായിട്ട് ട്രിവാൻഡ്രത്തൊരു സ്ഥലത്ത് വന്നെടുക്കുകയാണ്. അവർ വിളിച്ചെന്നെ പറയായിരുന്നു വന്നെടുക്കൂ, എലി കരണ്ട് കൊണ്ട് പോകും, എലി ശല്യമുള്ള സ്ഥലമാണ് എന്നുള്ളത്. ഇനി ഞാൻ എടുക്കാൻ ചെല്ലുമ്പോൾ എലി അത്രയും തിന്നിട്ട് പോകണമെന്ന് അറിയത്തില്ല കേട്ടോ. പോയി എടുക്കാനുള്ള സമയം കിട്ടുന്നില്ല. ഇന്നിപ്പോൾ എന്തായാലും എനിക്ക് പോയി എടുത്തേ പറ്റത്തുള്ളൂ. പ്രൊഫഷണൽ കൊറിയേഴ്സിൽ കുറച്ച് കൊറിയർ വന്ന് നടക്കുന്നുണ്ട്. ഇനി വീണ്ടും വരാനായിട്ട് കുറച്ച് സാരീസ് ഉണ്ട്. എല്ലാം കൂടെ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. എന്തായാലും 10 മണിക്കാണ് വീട്ടിലെത്തിയത്. വന്ന പാടെ അങ്ങോട്ട് എഴുതാൻ തുടങ്ങിയത് 11 മണി വരെ ഉണ്ടായിരുന്നു. പിന്നെ കൊണ്ടുവന്ന് DTDC കൊടുക്കേണ്ടത് DTDC, അതുവഴി പോകാത്തത് പോസ്റ്റ് ഓഫീസ് വഴി, അങ്ങനെയെല്ലാം കൊടുത്തിട്ട് വീടെത്തിയപ്പോഴേക്കും 12 മണി കഴിഞ്ഞു. കറക്റ്റ് ഞാൻ വീട്ടിൽ വന്ന് കയറിയതും ടീനയും ടെസിയും വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം നമുക്ക് അവർ തന്നെയാണ് മേക്ക് ഓവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ടീനയും ടെസിയോടും ഞാൻ ശരിക്കും പറഞ്ഞാൽ 11 മണിക്ക് വരാൻ പറഞ്ഞത് കേട്ടോ. 11 മണിക്ക് വന്നിരുന്നെങ്കിൽ ഞാനിവിടെ കളിച്ചുകൊണ്ട് നിൽക്കത്തേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ടീനും ടെസിയും പറഞ്ഞാൽ അത്രയും സമയത്തിൻ്റെ ആവശ്യമില്ല, 12 മണിക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനും വേദനയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സമയം നോക്കിയിട്ട് പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ 2 പേരുള്ളത് കൊണ്ട് എനിക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരാൾക്ക് വേറൊരാൾ മേക്കപ്പ് ചെയ്യും. 2 പേർക്കും 2 പേരായിട്ട് മേക്കപ്പ് ചെയ്തതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ മേക്കപ്പ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഓരോ ഡിഫറെൻറ്റ് ലുക്ക് ട്രൈ ചെയ്യാനാണ് നമുക്കിഷ്ടം. ഹെയറിലാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ
ഹെയർ സ്റ്റൈൽ മാറുമ്പോൾ നമ്മുടെ ഫേസ് തന്നെ ടോട്ടലി മാറും കേട്ടോ. വിഷു ഷൂട്ടായതുകൊണ്ട് തന്നെ സെറ്റ് സാരിയാണ് നമ്മൾ ഉടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ആരോ കമൻറ്റ് ചെയ്തിരുന്നു, ശ്രീകുട്ടി സെറ്റ് സാരി ഉടുത്ത ഒരു ഫോട്ടോയും വീഡിയോസും ഒന്നും കണ്ടിട്ടില്ലല്ലോ, കണ്ടിട്ടേ ഇല്ല, ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ചീമയുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് അതുപോലെ വരുമോ, സെറ്റ് സാരി ഉടുത്തിട്ട് വരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സെറ്റ് സാരി എടുത്തിട്ടുള്ള ഗംഭീരമായ ഫോട്ടോഷൂട്ടും കാര്യമൊക്കെയാണ് വരാൻ പോകുന്നത്. സാരി ഓഫ് കോഴ്സ് നമ്മുടെ വസ്ത്രയുടെ സാരിയാണ്. ഈ ഡ്രസ്സ് വേദം ഇട്ടിരിക്കുന്നതും വസ്ത്രയുടെ സാരി ഞാൻ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത സ്കേർട്ടും ബ്ലൗസും കേട്ടോ. സാരി വേണമെന്നുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക. സെറ്റ് സാരിയാണ് വിഷുവിന് വേണ്ടിയിട്ട് എടുത്തതാട്ടോ. അപ്പോൾ വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക. മെയിൻ സിമ്പിളായിട്ടുള്ള സാരിയാണ്. ഇത് വന്നപ്പോഴേ ഞാൻ ഈ സാരി ഫോട്ടോഷൂട്ടിന് വേണ്ടി മാറ്റി വെച്ചു കേട്ടോ. ഇതിൽ ടെസൽസ് ഉണ്ട്, ആ ടെസൽസിൻ്റെ കളറിൽ ബ്ലൗസ് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിൽ വിത്ത് ബ്ലൗസാണ്. വിത്ത് ബ്ലൗസ് സെയിം ആണ് വരുന്നത്, ഈ ലൈൻസ് തന്നെയാണ് ബ്ലൗസ് വരുന്നത്. ബ്ലൗസും സാരിയും ഒരേപോലെ വരുമ്പോൾ അത്രയും ഭംഗി ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് കോൺട്രാസ്റ്റ് ബ്ലൗസ് അതിൻ്റെ ടെസൽസിൻ്റെ കളറിൽ ബ്ലൗസ് കൊടുത്തത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിമ്പിൾ ലുക്ക് കിട്ടുന്ന, ഒരുപാട് പടപടപ്പോ എടുപിടിപ്പോ ഒന്നും ഇല്ലാത്ത ഒരു സിമ്പിളായിട്ടുള്ള സെറ്റ് സാരിയാണ്. എനിക്ക് ഇങ്ങനത്തെ സാരിയൊക്കെ കേട്ടോ ഭയങ്കര ഇഷ്ടം. പ്യുവർ കോട്ടൺ സാരിയാണ്. പിന്നെ വസ്ത്രയുടെ പ്രൊമോഷൻ അത്രയും മതിയല്ലേ. ഈ ഫോട്ടോസൊക്കെ വരുമ്പോൾ കണ്ടോളൂ, നല്ല ഭംഗിയുണ്ടാവും. 3:30 ആയപ്പോഴേക്കും നമ്മൾ റെഡിയായി ഇറങ്ങി. ടെസ്സിയുടെ കാറിലാണ് നമ്മൾ പോകുന്നത്. ഞാൻ കാർ എടുത്താൽ സാരി ഉടുത്തിരിക്കുന്നതെല്ലാം ഭയങ്കര മോശമാവും, അതുകൊണ്ടാണ് ഫോട്ടോഷൂട്ട് കഴിയുമ്പോൾ ടെസ്സിയുടെ കാറിൽ തന്നെ നമ്മൾ പോകുന്നത്. പ്രാവശ്യം വേദയും കൂടിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വിഷു ഷൂട്ടായതുകൊണ്ട് തന്നെ കൊന്നപ്പൂവ്, വീട്ടിലുള്ള മയിൽപ്പീലി, കുറച്ച് ഫ്രൂട്ട്സ്, ഉരുളി, നമ്മുടെ കൃഷ്ണൻ എല്ലാവരും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അരുവിക്കരയാണ് ആക്ച്വലി ഷൂട്ട് പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്നത് ജിനോ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയാണ്. പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. ടെസ്സിക്ക് ചെറിയൊരു കോൾഡ്, അതാണ് മാസ്ക് എല്ലാം വെച്ച് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ആക്ച്വലി ടീനയും ടെസ്സിയും കുറച്ച് ബിസി ആയിരുന്നു കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തൊരു ഷൂട്ടാണ്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വേറൊരാളെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അറിയാമല്ലോ, അശ്വതി, നമ്മുടെ ചീമയുടെ വളകാപ്പിനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന അശ്വതി. അപ്പോൾ അശ്വതി കുറച്ച് ബിസി ആയതുകൊണ്ട് ആ ഷൂട്ട് അങ്ങനെ നീണ്ട് പോയിട്ട് ഇന്നും അശ്വതി വരാമെന്ന് പറഞ്ഞു. പക്ഷേ അശ്വതിക്ക് പെട്ടെന്ന് എന്തോ വർക്ക് വന്നിട്ട് അശ്വതി പോയതാണ്. അങ്ങനെ ടീനയും ടെസ്സിയും ഞാൻ കൈയും കാലും പിടിച്ചിട്ടാണ് അവരും കൂടി വന്നത്. കാരണം എനിക്ക് വിഷു ഷൂട്ട് കുറേ നാൾ കൊണ്ട് ഞാൻ പ്ലാൻ ചെയ്തതാണ്. ചീമയുടെ ഡെലിവറിക്ക് മുന്നേ പ്ലാൻ ചെയ്തതാണ്. എന്നിട്ട് പോലും നടന്നില്ല. ഇനിയും അത് വൈകിയാൽ വിഷു ഷൂട്ടേ നടക്കത്തില്ല. എനിക്ക് സാരിയൊക്കെ നിങ്ങളെ കാണിക്കണ്ടേ, അതുകൊണ്ട് ഇനി വൈകിയാൽ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യപ്പെട്ട് ഞാൻ പറഞ്ഞു ജസ്റ്റ് കുറച്ച് സമയം ഉച്ചയ്ക്ക് ശേഷം വരാമോ എന്നൊക്കെ ചോദിച്ചാൽ അവർക്ക് വേറെ ഏതോ ഓൾറെഡി വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ അവർ 2 പേരുള്ളത് കൊണ്ട് ആ വർക്കെല്ലാം അവർ പെട്ടെന്ന് ചെയ്തിട്ടാണ്. എനിക്കും 12 മണിയായിട്ട് വന്നാൽ മതിയല്ലോ, 2 പേരുണ്ടല്ലോ. അപ്പോൾ എന്നെയും വേദയും മേക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നത് കേട്ടോ. എന്തായാലും അങ്ങനെ നോക്കിയിരുന്ന വിഷു ഷൂട്ട് ഇവിടെ നടക്കാൻ പോവുകയാണ് ഗൈസ്. എന്തോ വലിയ സംഭവം പറയും പോലെയാണ്, ചുമ്മാ അങ്ങ് പറഞ്ഞ് പോയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അരുവിക്കര ഇവിടെ ഇങ്ങനെ എന്തോ പണ്ടെന്തോ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച തുരങ്കമെന്ന് എന്തൊക്കെ പറയും കേട്ടോ. അവിടെ കുറച്ച് ഫോട്ടോസ് എടുത്തു. അപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫറിന് ആ ഒരു ലൊക്കേഷൻ അത്ര ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറെ അടിപൊളി വ്യൂ ഉള്ള ഒരു ലൊക്കേഷനിലേക്ക് വന്ന് ഫോട്ടോഷൂട്ട് ചെയ്യാണ്. ഇവിടെ വന്നപ്പോൾ ഇഷ്ടം പോലെ ഫോട്ടോഷൂട്ടായിരുന്നു. വേറെ ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. സെയിം വിഷു തീമിൽ വേറെ കുട്ടികളെയൊക്കെ വെച്ചിട്ട് കൊന്നപ്പൂവും ഒക്കെ വെച്ച് വേറെയും ഫോട്ടോഷൂട്ട് നിറയെ നടക്കുന്നുണ്ട്. അത്രയും നല്ലൊരു ലൊക്കേഷനാണ് ഇത്. ഇതും അരുവിക്കരയാണ്, പക്ഷെ അതെവിടെയാണെന്ന് കറക്റ്റ് എനിക്ക് പറഞ്ഞു തരാനായിട്ട് അറിയത്തില്ല. എന്തായാലും നമ്മൾ ചെറിയൊരു രീതിയിൽ സെറ്റപ്പെല്ലാം ചെയ്ത് കുറച്ച് ഫോട്ടോസ് ഞാനിപ്പോൾ കുറച്ച് അടുത്ത് തന്നെ ഇടും. അത് കഴിഞ്ഞ് വിഷുവിന് കുറച്ച് ഫോട്ടോസും റീൽസും ഒക്കെ ആയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം ഇപ്പോഴും കുറച്ച് ഫോട്ടോസ് ഇട്ടാലല്ലേ നമ്മുടെ വസ്ത്രയുടെ ന്യൂ ലോഞ്ച് സാരീസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആക്ച്വലി വിഷുവിന് ഞാൻ ഒരുപാട് സെറ്റ് സാരിയൊന്നും എടുത്തിട്ടില്ല, ഇതിൻ്റെ കുറച്ച് പീസസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം വിഷുവിന് വലിയ രീതിയിൽ നമുക്ക് മൂവ്മെൻറ്റ് ഉണ്ടാവില്ല സെറ്റ് സാരി. ഓണത്തിന് നല്ല മൂവ്മെൻറ്റ് ഉണ്ടാവും, വിഷുവിന് അത്രയും മൂവ്മെൻറ്റ് ഉണ്ടാവും എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് കുറച്ച് നമ്മളിപ്പോൾ വിഷു തുടങ്ങിയിട്ട് ആദ്യത്തെ വിഷുവാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ഏതാണെന്നൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സാരീസ് മാത്രമേ ഈ സെറ്റ് സാരി എടുത്തിട്ടുള്ളൂ. അപ്പോൾ വേണമെന്നുള്ളൊരു വാട്സപ്പ് നമ്പർ ഞാൻ വസ്ത്രയുടെ കൊടുത്തേക്കാൻ കോൺടാക്ട് ചെയ്താൽ മതി. എന്നിട്ട് ഇന്നിപ്പം നമ്മൾ നേരത്തെ ഇറങ്ങി, ശരിക്കും പറഞ്ഞാൽ 3:30 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഇറങ്ങിയായിരിക്കും. 4 മണിയൊക്കെ ആവും ഇറങ്ങുമ്പോൾ. എന്നിട്ട് ലൊക്കേഷൻ 2 സ്ഥലത്തൊക്കെ പോയി ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ കഴിഞ്ഞപ്പോൾ ഒരുപാട് ലേറ്റായി, 6:30 ആയി. ഞാനാണെങ്കിലും ഒരു മണ്ടത്തരം ചെയ്തത് 7:15 നമ്മുടെ ആട് 3 ടിക്കറ്റ് ബുക്ക് ചെയ്തു. ടെസ്സി കണ്ടു, കുഴപ്പമില്ല, ചിരിക്കാനൊക്കെ ഉണ്ട്, കൊള്ളാം,
എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആട് 3 ഇറങ്ങുമ്പോഴേ കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. 6:15 ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ടെങ്കിൽ 6:15 ചിലപ്പോൾ നമ്മൾ എത്തില്ല, എടുപിടിയെന്നാവും. അതുകൊണ്ട് 7:15 ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്തു. വീടെത്തിയപ്പോൾ കറക്റ്റ് 7 മണി കേട്ടോ. ഭാഗ്യത്തിന് ഇവിടെ പേയാടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് 7 മണിക്ക് വന്ന് മേക്കപ്പ് പോലും വണ്ടി ഇരുന്ന് തന്നെ എല്ലാം അഴിച്ച് പറക്കി, ഹെയർ എല്ലാം അഴിച്ച് പറക്കി, മേക്കപ്പ് പോലും വീട്ടിൽ ചെന്ന ഉടനെ സാരി മാറ്റി വേറൊരു ഡ്രസ്സ് ഇട്ടിട്ട് വന്ന പാടെ തന്നെ തിയേറ്ററിലേക്ക് ആ മേക്കപ്പോട് കൂടി പോവുക കേട്ടോ. പുറത്ത് വിട്ടു കേട്ടോ. അതുകൊണ്ട് 7:10 കഴിഞ്ഞപ്പോഴേക്കും നമ്മളിവിടെ എത്തി. 7 മണിക്കാണ് വീട്ടിലെത്തിയത്. ഇതെല്ലാം കൂടെ 7:05 ആയപ്പോൾ ഇറങ്ങി. 5 മിനിറ്റ് കൊണ്ട് ഞാൻ പറപ്പിച്ചു. അല്ലെങ്കിൽ ട്രെയിനെ പറഞ്ഞു അത് ഫസ്റ്റ് മുതലേ കണ്ടില്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല എന്നേ. അതുകൊണ്ട് പറപ്പിച്ച് വിട്ട് അത് കറക്റ്റ് നമ്മളെത്തിയതും ഫിലിം സ്റ്റാർട്ട് ചെയ്യാൻ പോയതും ഒരുമിച്ചായിരുന്നു. പോപ്കോണൊക്കെ വാങ്ങി അകത്ത് കയറി. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടില്ല. നല്ലൊരു സിനിമയായിരുന്നു. അതിൽ കുറേ പഴയ കഥകളൊക്കെ കൊണ്ടുവന്നിട്ട് അതിനെ കുളമാക്കിയിട്ടേക്കാം കേട്ടോ. ഈ ഒരു കാലഘട്ടം തന്നെ കാണിച്ചുകൊണ്ടിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാനൊക്കെ കൊള്ളായിരുന്നു. പക്ഷേ അതിൽ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ ആഡ് ചെയ്ത് ആ സിനിമയെ കുളമാക്കി വെച്ചിരിക്കുകയാണ്. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. എനിക്കിഷ്ടമായിട്ടില്ല സിനിമ. വേദയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഇൻ്റർവെൽ ആയപ്പോഴേ വേദ പറഞ്ഞു നമുക്ക് വീട്ടിൽ പോകാൻ, എനിക്ക് ഉറക്കം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും ബുക്ക് ചെയ്ത് പോയില്ലേ, നമുക്ക് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞാണ് 10:15 വരെ എന്തോ സിനിമ ഉണ്ടായിരുന്നു കണ്ടിട്ട് പോയതേ. എന്നിട്ട് സിനിമയെല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം 2 പോപ്കോൺ ഞാനും വേദയും വാങ്ങിച്ച് കഴിച്ചു. അതുകൊണ്ട് വയറൊക്കെ നിറഞ്ഞിരുന്നുകൊണ്ട് വേറെ ഒന്നും കഴിക്കാനൊന്നും തോന്നിയില്ല. വരുന്ന വഴിക്ക് നമ്മുടെ സർബത്ത് കട, പാൽ സർബത്ത് കിട്ടും, കാസിംസ് മിൽക്ക് സർബത്ത് കിട്ടുന്ന കടയിൽ കയറി ഞാനും വേദയും ഒരു സർബത്തെല്ലാം കുടിച്ചിട്ട് നേരെ വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോൾ അവിടെ ഏട്ടനുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പോയി കിടന്നുറങ്ങി. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. പുതിയൊരു നല്ല വീഡിയോ ഇട്ട് ഉടനെ കാണാം. ടാറ്റാ, ബൈ ബൈ.